ഞാൻ പറഞ്ഞില്ല ഇവൻ വരുമെന്ന്. ഇത് ഒരു അനിയൻ ചെക്കനല്ലേ ആ ബഗിട സുരേഷൻ? ഏടിയാന്ന് പുറത്തൊന്നും കാണാറില്ലല്ലോ. ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. പക്ഷേ നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനൊന്ന് അണ്ടിത്തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളും തരണം. അല്ല സുരേഷൻ, ഞാൻ വെറുതെ ആദ്യമായിട്ടാണല്ലേ? ഏതാപത്തിലും സുരേഷേട്ടൻ കൂടെ ഉണ്ടാവും. തോമസ് കുട്ടിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുന്നുണ്ടാവും. അതാ അടക്കം നടത്താൻ പറ്റാത്ത. നീ എന്നെ എന്നോട് പറയാഞ്ഞേ? ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ നിന്നെ സ്നേഹിച്ചു. നീ എന്നും എൻ്റെ കൂടെ നിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം. 1-2 ദിവസത്തിൽ കൂടുതൽ തോമസ് കുട്ടി അതിൽ കിടത്താൻ പറ്റൂല. വെള്ളം ഉടനെ ഇറങ്ങും. കുറച്ച് കഴിഞ്ഞാൽ ബോഡി മോശമാകാൻ തുടങ്ങും. എത്ര കാക്കേണ്ടി വന്നാലും ഞങ്ങളുടെ കുടുംബക്കല്ലറയിലെ അവനെ അടക്കാനൊക്കെ തുടങ്ങും. वो ऐसे दौड़ के आया, बुलाटे मारा. ರಂಗಣ್ಣ ದೊಡ್ಡ ರೋಡಿ ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು. ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕತ್ತನ್ನ ಕಚಕ್ ಅಂತ ಕತ್ತರಿಸ್ತಾರೆ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട ആൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു, എടാ മോനെ എന്താ അല്ലേ, നമ്മളൊക്കെ ഏലിയൻസ് ആണ് പോലും. ഓ സാറേ, ഈ മനുഷ്യരെല്ലാം കുരങ്ങന്മാരിന്ന് ഉണ്ടായെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാനും സാറും. നിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും, എന്നെ വിട്ടേരെ. പറയാനുള്ളത് പറഞ്ഞു, സൂക്ഷിച്ചാ നിനക്കൊക്കെ കൊള്ളാം. നാണം കൊണ്ടോടാ കൊഞ്ഞാണ ഈ വീട്ടിലേക്ക് ഒരു അന്യഗ്രഹ ജീവിയെ കൊണ്ടുവരാൻ. ചിരിക്കുമ്പോഴും കരയുമ്പോഴും വിശക്കുമ്പോഴും കറണ്ട് ഇങ്ങനെ പോയി വന്ന് നിൽക്കുക. ഇവന്റെ പെങ്ങളാ സാറിന്റെ മകളാ. ഒരു മനുഷ്യനും അന്യഗ്രഹ ജീവിയും തമ്മിൽ കല്യാണം കഴിച്ചതായി അതെ, നീ ആയിട്ട് ഇതാരോടും പറയാൻ നിൽക്കണം. ഗ്രൂപ്പിലെ മറ്റു അഭിനേതാക്കളുമായി ഇന്ന് ഇവിടെ നടത്തിയ മീറ്റിംഗിൽ പരാതി വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന അഞ്ചനറിയോ? അഞ്ചോട്ട കാര്യങ്ങളെ കുറിച്ച് കടുപ്പിക്കേണ്ടി വരും കേട്ടോ. പലരും പല വഴിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ പുറത്താക്കണം. സർ, ഞങ്ങളുടെ ഈ തീരുമാനത്തിന് ഒപ്പമുണ്ടാകുന്ന ഉറച്ച ബോധ്യത്തോടെ എല്ലാവരും അവരവരുടെ ഒപ്പുകൾ രേഖപ്പെടുത്തുന്നു. വിശ്വസ്തയോടെ. മഞ്ഞുമല്ല ടീംസാ. എടാ നമ്മൾ ടൂർ ഫിക്സ് ആക്കണം, കൊടൈക്കനാലാണ്. ஒரு சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியாது. உங்களால் என்ன தம்பி பண்ண முடியும்? അവനിവിടെ കളഞ്ഞിട്ട് വരാനാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ മോനെ നീ അച്ഛനെ കണ്ടിട്ടുള്ളൂ. പഴയ ഒത്ത ടീംസാ രണ്ടാളും. നമ്മളെല്ലാം ഒന്നതാണിരുന്നോ കാശ്മീർ? ഈ ആർമി ഓഫീസറായിരുന്ന ഒരാൾക്ക് ഇതിന്റെ വള്ളിക്കെട്ടൊക്കെ അറിയാവുന്നതല്ലേ? ഞാൻ അധികം ആലോചിക്കുന്ന കൂട്ടത്തിലല്ല. ഇനിയിപ്പോ വീട്ടിൽ നിന്നും കൂടെ തുടങ്ങാം. 3rd week of March 2021. കുറയ്ക്കണ്ട, UAPക്ക് കൂടെ സ്കോപ്പ് ഉണ്ടോ നോക്ക്. അന്ന് തുടങ്ങിയതാ നിന്റെ ഷെർലക് ഹോംസ് കളി. പൈതളി തന്നെയാ നല്ലത്. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗ്യം പോലെയാ.